കോൺഗ്രസുകാർ അരിങ്കൊല ചെയ്ത സഖാവ് കുഞ്ഞാലി ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എല്ലാ കാലവും ഇല്ലാതാക്കാൻ രാജ്യത്തെമ്പാടും നടന്ന ഗൂഢാലോചനകൾ, പരിശ്രമങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഖാവ് കുഞ്ഞാലിയെ അനുസ്മരിക്കുന്ന ഇതേ വേളയിലാണ് ആകസ്മികമെന്ന് പറയട്ടെ, ഐതിഹാസികമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യത്തെ വിദ്യാർത്ഥികളും ഇടതുപക്ഷവും എല്ലാം ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തി വിജയിച്ച പശ്ചാത്തലം കൂടി ഈ അനുസ്മരണത്തിൽ നമുക്ക് ആവേശം പകരുന്നതാണ്. എന്താണ് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പങ്ക് നമ്മൾ കേൾക്കുന്ന ഒരു നിരന്തരമായ ചോദ്യമാണ്. ഇങ്ങനെ എംപിമാർ കുറഞ്ഞില്ലേ? ബംഗാളിലും ത്രിപുരയിലും കേരളത്തിൽ നിങ്ങൾ ഭരിച്ചിരുന്നല്ലോ, ഇപ്പോഴെ ഭരണമില്ലല്ലോ. രാജ്യത്തൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത ഇടതുപക്ഷത്തിന് 64 എംപിമാർ വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷം ഇന്ന് വളരെ ചുരുങ്ങിയ എണ്ണത്തിലേക്ക് കുറഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് എന്താണ് ഇടതുപക്ഷത്തിന് ഈ ജനാധിപത്യ ഇന്ത്യയിൽ നിർവഹിക്കാനുള്ള പങ്കെന്ന് പരിഹാസ്യരൂപേണ പലരും ചോദിക്കുന്നത് ഞാൻ നിങ്ങളും കേട്ടിട്ടുണ്ട്. ആ പരിഹാസ്യരൂപേണ ചോദിച്ചവർ ഇന്ന് രാജ്യത്തിന്റെ തെരുവിലേക്ക് നോക്കിയാൽ ഇടതുപക്ഷത്തിന്റെ പങ്ക്, ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ഇടപെടൽ, ഇടതുപക്ഷം ഉയർത്തുന്ന സമരം, അത് ഇടതുപക്ഷത്തിന് മാത്രമേ സംഘടിപ്പിക്കാനാകൂ എന്ന് ഈ രാജ്യത്തിന് നാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കുഞ്ഞാലിയെ അനുസ്മരിക്കുന്ന ഇതേ വേളയിലാണ് പാർട്ടിയുടെ പരമോന്നത പാർട്ടി ഓഫീസ് AKG ഭവനിലേക്ക് ഡൽഹി പോലീസ് ഇരമ്പിയാർത്തിയത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സഖാവ് ഐസി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് ഡൽഹി പോലീസ് അവിടേക്ക് എത്തിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ കുട്ടിപ്പട്ടാളമായിട്ടാണ് ഇപ്പൊ ഡൽഹി പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലത്തേക്ക് പോലും എത്തിപ്പെടാൻ ഇന്ന് രാജ്യത്തെ മനുഷ്യർക്കാവുന്നില്ല. 4, 5, 6 ചെറുപ്പക്കാർ, അവർ ചെറുപ്പക്കാരാണെങ്കിൽ അവർ ഒരുമിച്ചാണ് ഡൽഹിയിൽ കൂട്ടമായി നടക്കുന്നതെങ്കിൽ ആ കൂട്ടമായി നടക്കുന്ന ചെറുപ്പക്കാരിടയിലേക്ക് ഡൽഹി പോലീസ് കടന്നു ചെല്ലുകയാണ്. നിങ്ങൾ എന്തിനു ഡൽഹിയിലേക്ക് വന്നു? നിങ്ങൾ എന്തിനു ഒരുമിച്ച് നടക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമാധാനവും സ്വസ്ഥമായി ചെറുപ്പക്കാർക്ക് നടക്കാൻ കഴിയാത്ത നിലയിലേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരികൾ വിറങ്ങലിച്ച് പേടിച്ചു പോയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പട ഇരമ്പിയാർത്ത് AKG ഭവനിലേക്ക് ചെല്ലുകയാണ്. എന്താ ഐസി ഘോഷ് ചെയ്ത തെറ്റ്? JNUവിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ RSSകാരെ JNUവിലേക്ക് കടത്തി വിട്ടിട്ടില്ല ഐസി നേതൃത്വം കൊടുക്കുന്ന SFIക്കാർ. അന്ന് മുതൽ ഐസിയോട് രാജ്യത്തെ RSSന് വൈരാഗ്യമാണ്. നേരിട്ടും അല്ലാതെയും നിരവധി അക്രമങ്ങൾ ഐസി ഘോഷിനെതിരെ RSS ഇപ്പൊ തന്നെ നടത്തി കഴിഞ്ഞു. എണ്ണമറ്റ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഡൽഹി പോലെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങൾ ഏറ്റെടുത്തിന്നും ഐസിയും SFI സഖാക്കളും വർഗീയതക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക. ഐതിഹാസികമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുമ്പോ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സമര നേതൃത്വമായി തലസ്ഥാനത്ത് SFI സഖാക്കൾ ഉണ്ടായിരുന്നു. 21ാമത്തെ ദിവസം നിരാഹാരമനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ അപ്രതീക്ഷിതമായി സമരവേദിയിലേക്ക് കടന്നു കയറി പിടിച്ചുകൊണ്ടുപോകുമ്പോ ആ പിടിച്ചുകൊണ്ടുപോയ ഡൽഹി പോലീസിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച് നിരാഹാരം കിടക്കാൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഐസി ഘോഷും ആ സമരവേദിയിൽ ഉണ്ടായിരുന്നു. ഇതാണ് RSSനെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് RSSനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ രാജ്യത്തെ ഭരണാധികാരികളെ വിറപ്പിക്കുമ്പോ, വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മുന്നിൽ രാജ്യത്തെ ഭരണാധികാരികൾ വിറങ്ങിച്ചു പോകുമ്പോൾ, നിശബ്ദരായി പോകുമ്പോ അവരെ പിടികൂടാൻ, കീഴ്പ്പെടുത്താൻ, എങ്ങനെയും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് അടയ്ക്കണമെന്ന് RSS തീരുമാനിച്ചിരിക്കുന്നു, ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ RSSന്റെയും ഫാസിസ്റ്റുകളുടെയും അക്രമോത്സുകമായ മുഖമാണ് കണ്ടിട്ടുള്ളത്. എവിടെയും വർഗീയ കലാപങ്ങൾ, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന RSSനെയാണ് നാം എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. എന്നാൽ എല്ലായിടത്തും അക്രമത്തിന്റെ അക്രമോത്സുകമായ മുഖവുമായി കടന്നെത്തുന്ന RSS ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ
മുട്ടിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾ വറപ്പിക്കുക. 56 ഇഞ്ച് നെഞ്ചളവാണ് രാജ്യത്തെ ഭരണാധികാരികളുടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. 56 ഇഞ്ച് നെഞ്ചളവുള്ള രാജ്യത്തിന്റെ ഭരണകൂടം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പേടിച്ചെന്ത് ചെയ്യണമെന്നറിയാതെ ഡൽഹിയിൽ നെട്ടോട്ടമോടുക. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണശിലാ കേന്ദ്രങ്ങളിൽ വളരെ തുരന്തമായ ചർച്ചകൾ നടക്കുക. വളരെ പെട്ടെന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഉയർന്നു വരുന്ന ഈ വിദ്യാർത്ഥികളുടെ ആവേശത്തെ പിടിച്ചു നിർത്തണം അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ സുസംഘടിതമായി ഈ വിദ്യാർത്ഥികൾ അണിനിരുന്നു, എങ്ങനെയാണ് ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്, എങ്ങനെ ഈ പ്രക്ഷോഭം വിജയം കണ്ടു. ഇന്നും മനസ്സിലാക്കാൻ കഴിയാതെ RSSും BJPയും ഇരുട്ടിത്തക്കുക. നാം ഈ സമരത്തെ ആവേശപൂർവ്വം നോക്കിക്കണ്ടു. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന നീറ്റ് പോലെ രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു മത്സര പരീക്ഷ സമാനതകളില്ലാത്ത നിലയിൽ രാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടത് ഞാനും നിങ്ങളും കണ്ടതാണ്. എങ്ങനെയാ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടത്? ആ പരീക്ഷയിൽ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികൾ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പരീക്ഷാ നടത്തിപ്പിനെ വിശ്വസിച്ച് പരീക്ഷ എഴുതാൻ അവിടെ എത്തിച്ചേരുമ്പോ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ വളരെ മുൻകൂട്ടി തന്നെ ചോർത്തി പരീക്ഷാ കമ്പോളത്തിൽ കോടികൾ വിലമതിക്കുന്ന മൂല്യം ചാർത്തി തൂക്കിവിൽക്കുക. ആരാ ഇത് തൂക്കിവിൽക്കാൻ നേതൃത്വം കൊടുക്കുന്നത്? പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കിയവർ തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ മറിച്ചു വിൽക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അറിയാതെ ഇത്രയും വലിയൊരു പരീക്ഷ ഇന്ത്യയെ നടത്തുന്നത് അട്ടിമറിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? 10 വർഷക്കാലം നിങ്ങൾ രാജ്യത്തെ പരീക്ഷാ അട്ടിമറികൾ പരിശോധിച്ചാൽ 152 മത്സര പരീക്ഷകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടത്. 152 മത്സര പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുമ്പോ ദുരന്തമായി രാജ്യത്ത് നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോ ഈ 152 പരീക്ഷാ അട്ടിമറികളിൽ ഒരു കുറ്റവാളിയെ പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് രാജ്യത്തിന്റെ 10 വർഷത്തെ ചരിത്രമാണ്. കൺവിൻഷൻ റേറ്റ് വട്ട 0. ഒരു പ്രതിയെയും കുറ്റം ചാർത്തി ജയിലിലടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വന്നത്. എങ്ങനെയാ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വരുന്നത്? ഇവരെല്ലാം പ്രതീക്ഷിച്ചത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വന്ന് ഒരു തവണ അങ്ങ് അടിച്ചമർത്തിയാൽ അത് അവസാനിച്ചു പോകുമെന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ടായി. ആ കാരണം രാജ്യത്തെ വിദ്യാർത്ഥികളിൽ ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തിയാണ് ഇത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 138 കോടി മനുഷ്യരുടെ നാടാണ് ഇന്ത്യ.
ഈ 138 കോടി മനുഷ്യരിൽ ഈ നാടിനെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗം ഈ രാജ്യത്തെ ചെറുപ്പക്കാരല്ലേ. ആ ചെറുപ്പക്കാർ ഇന്ന് രാജ്യത്ത് നേരിടുന്ന അവഗണന എത്രയോ വലുതാണ്. ഒരു കണക്ക് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചാൽ, രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ആകെ കണക്ക് നിങ്ങൾ ശരാശരിയിൽ പരിശോധിച്ചാൽ, തൊഴിലില്ലായ്മയുടെ കണക്കിന്റെ ശരാശരി നിങ്ങൾ വ്യക്തമായി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോ തൊഴിലില്ലാത്തവരിൽ ഏറ്റവും കൂടുതൽ വരുന്നത് രാജ്യത്തെ ചെറുപ്പക്കാരാണെന്ന് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തേക്ക് വരികയാണ്. 25-നും 26 വയസ്സിനും താഴെയുള്ള 80% വരുന്ന ചെറുപ്പക്കാർക്ക് ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത സ്ഥിതി നിലനിൽക്കുന്നു. രാജ്യത്താകെ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരെ യുവജനങ്ങളെ നിങ്ങൾ എടുത്താൽ 82% മനുഷ്യർ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിലാണ്, പ്രൈവറ്റ് സെക്ടറിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഗവൺമെന്റ് സർവീസിലേക്ക് ആളെ എടുക്കുന്നില്ല. പട്ടാളത്തിലേക്ക് പോലും പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. SSBയും RRBയും രാജ്യത്തെ ബാങ്ക് സർവീസ് എക്സാമുകൾ, റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാത്തിന്റെയും റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ നോക്കുകുത്തിയായി രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആരെയാണ് രാജ്യത്തെ യുവജനങ്ങൾ വിശ്വസിക്കേണ്ടത്? തൊഴിലില്ലായ്മ, പട്ടിണി, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് വർദ്ധിച്ചു വന്നതിന്റെ പ്രതിഫലനമാണ് ഉയർന്നു വന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യ മഹാരാജ്യത്ത് പൂർത്തിയാകുമ്പോ 1 ലക്ഷം സർക്കാർ സ്കൂളുകളാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നത്. 1 ലക്ഷം സർക്കാർ സ്കൂളുകൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശത്ത് അടച്ചുപൂട്ടാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും തീരുമാനിക്കുമ്പോ സാധാരണപ്പെട്ടവന്റെ മക്കൾ എവിടെ പോയാണ് പഠിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഈ സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ ചോദിച്ചത്. അടിസ്ഥാന മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളിൽ ഉയർന്ന പോരാട്ടമാണ് ഡൽഹിയിലെ ഈ സമരമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഐതിഹാസികമായ ഒരു കർഷക പ്രക്ഷോഭം കണ്ട നാടാണ് നമ്മുടെ രാജ്യം. 1 വർഷവും 15 ദിവസവും നീണ്ട ഐതിഹാസികമായ കർഷക പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കി 3 കരിനിയമങ്ങൾ പിൻവലിക്കേണ്ട വന്ന ഗതികേട് രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് 2018 ആ കർഷക പ്രക്ഷോഭത്തിന്റെ തുടർച്ചയിൽ രാജ്യത്തെ തൊഴിലാളികൾ നടത്തിയ സംഘടിതവും അസംഘടിതവുമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ സംഘടിതവും അസംഘടിതവുമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് മൂർച്ഛിച്ചു വരുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസത്തിലെ അവസരം നിഷേധിക്കൽ ഉൾപ്പെടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉയർത്തി സമരത്തിലേക്ക് ഇറങ്ങിയത്. അടിച്ചമർത്താൻ അവർ പരിശ്രമിച്ചു. തോക്കുകൾ, പെല്ലറ്റ് തോക്കുകൾ, വിവിധ മർദ്ദനോപാധികൾ, ലാത്തികൾ, ആണിയടിച്ച ലാത്തികൾ, എന്തെല്ലാം ഉപയോഗിക്കാമോ അതെല്ലാം സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചു. എന്നിട്ടോ ഈ രാജ്യത്ത് സംഘടിതമായ വിദ്യാർത്ഥികൾ ഈ ഭയാനകമായ മർദ്ദനത്തിന് മുന്നിൽ പിരിഞ്ഞു പോകാതെ ഡൽഹിയിൽ ഉറച്ചു നിന്നില്ലേ? പാർലമെന്റിലേക്ക് കർഷക സമരത്തിൽ നടന്ന മാർച്ച് നമുക്ക് ഓർമ്മയുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് കർഷക സമരത്തിൽ നടന്ന മാർച്ച് പോലും പാർലമെന്റിലെ ഗേറ്റിലേക്ക് എത്തിപ്പെട്ടിരുന്നില്ല എന്ന് നാം കണ്ടതാണ്. അവസാനം റെഡ് ഫോർട്ടിലാണ് ആ മാർച്ച് അവസാനിപ്പിച്ചത്. പക്ഷേ വിദ്യാർത്ഥികൾ, 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിൽ സംഘടിച്ച് സമരമായി മാറി ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോ പാർലമെന്റിന്റെ ഗേറ്റിന് തൊട്ടു മുന്നിലെത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാഴ്ച ഈ ഇന്ത്യ ആവേശത്തോടെ കണ്ടതല്ലേ? അതാണ് സംഘടിതമായ യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ രോഷം. അടിച്ചമർത്താൻ പരിശ്രമിക്കുമ്പോ കൂടുതൽ ആവേശത്തോടെ വിദ്യാർത്ഥികൾ ആ സമരത്തിൽ അണിനിരന്നു. എന്തുകൊണ്ടാണ് വെടിവെക്കാഞ്ഞത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ വെടിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ തയ്യാറാവാതിരുന്നത് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട BJP നേതാക്കന്മാരുടെ മക്കളുകൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആസാമിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ മകൾ ആ സമരകേന്ദ്രത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ നിങ്ങളും കണ്ടില്ലേ? രാജ്യത്തെ പ്രധാനപ്പെട്ട RSSന്റെ നേതാക്കന്മാരുടെ മക്കൾ ആ സമരകേന്ദ്രത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഒഴുകിയെത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ? ഈ കേരളത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചൊരു മഹാമാന്യ അദ്ദേഹം ഉണ്ടല്ലോ, കൃഷ്ണകുമാർ, സിനിമാ നടൻ കൂടിയാണ്. അദ്ദേഹത്തിന് 2 മക്കൾ, ഒരാൾ സിനിമാ അഭിനേത്രിയാണ്, ഒരാൾ നാരിവാൾ ന്യൂസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. 2 പേരും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? RSS കുടുംബങ്ങളിലെ കുട്ടികൾ പോലും ഈ ഉയർത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ന്യായമാണെന്ന് അഭിപ്രായം പറയുമ്പോ സമരവേദിയിലേക്ക് ഒഴുകിയെത്തുമ്പോ
എല്ലാ കാലവും തങ്ങളുടെ വോട്ട് ബാങ്കായി കാത്തു സൂക്ഷിച്ചിരുന്ന രാജ്യത്തെ ഇടത്തര വിഭാഗത്തിനിടയ്ക്ക് വലിയ അസംതൃപ്തി ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുമ്പോ രക്ഷിതാക്കൾ പോലും വിദ്യാർത്ഥികളെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞയക്കുമ്പോ ആ സമരത്തിന്റെ ആവേശത്തിൽ രാജ്യമാകെ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോടൊപ്പം അണിചേരുമ്പോ മുട്ടുമടക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ചില BJP നേതാക്കന്മാർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് മഹാമനസ്കതയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നാണ്. എന്താണ് മഹാമനസ്കത എന്നാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഫാസിസ്റ്റുകളും ഭീരുക്കളാണെന്ന് ചരിത്രം ഉറക്കെ വിളിച്ചു പറയുമ്പോ അതേ ഫാസിസ്റ്റിന്റെ ഭീരുത്വ ഗണത്തിലാണ് നരേന്ദ്രമോദിയും പെടുന്നത് എന്നതിന്റെ നമ്മുടെ മുന്നിലെ അവസാനത്തെ തെളിവാണ് AKG ഭവനിലേക്ക് RSSന്റെ കുട്ടിപ്പട്ടാളം നടത്തിയ അതിക്രമമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ്. മലയാള മനോരമ ആ സമരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങുമ്പോ അത്ഭുതത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ പറയട്ടെ ആ പത്രത്തെ ഞങ്ങളെല്ലാവരും കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് രാജ്യത്തെ പത്രമാധ്യമങ്ങൾ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ഉൾപ്പെടെ SFIയും SFI സഖാക്കളും ഇടതുപക്ഷവും ആ സമരത്തിൽ വഹിച്ച പങ്കിനെ വിശദീകരിച്ച് ലേഖനങ്ങൾ എഴുതാൻ തയ്യാറാകുമ്പോ കേരളത്തിലെ മനോരമ പോലെയുള്ള ചില മാധ്യമങ്ങൾക്ക് SFI എന്ന വാക്ക് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഉണ്ടാവരുത് എന്ന് പിടിവാശി ഉണ്ടാവുകയാണ്. നോക്കൂ, ആദ്യത്തെ ദിവസം സമരം വിജയിച്ച് മനോരമ വാർത്തപ്പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ സമരത്തിന്റെ വേദിയിലേക്ക് വരാത്ത രാഹുൽ ഗാന്ധിയുടെ വരെ ചിത്രം മനോരമ ഉൾപ്പെടുത്തി. വിനു വി ജോണിനെ പോലെ ചില മാധ്യമപ്രവർത്തകരുണ്ട്. കോട്ടിട്ട അർണബ് ഗോസ്വാമിയാണ്. അർണബ് ഗോസ്വാമിയെ നിങ്ങളിൽ പലർക്കും അറിയാം. റിപ്പബ്ലിക് TVയുടെ മുതലാളിയും പ്രധാനപ്പെട്ട വാർത്താവതാരകനുമാണ്. ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ ചാനൽ മുറിയിൽ ഇരുന്ന് തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്തത് അർണബ് ഗോസ്വാമിയാണ്. അർണബ് ഗോസ്വാമിയെ പോലെ കോട്ടിട്ട മറ്റൊരു ഗോസ്വാമിയാണ് ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ. ഇടതുപക്ഷത്തിന്റെ സമാദരണീയ നേതാവ് MA ബേബിയെ പോലും ഇഷ്ടക്കാരായ പരദൂഷണ കൂട്ടങ്ങൾ ചാനൽ ചർച്ചയുടെ ഭാഗമായി വട്ടം കൂടിയിരിക്കുമ്പോ അപഹസിക്കാൻ ഈ മാന്യന്മാർ തയ്യാറാവുകയാണ്. എല്ലാ മാന്യന്മാരോട് സ്നേഹത്തോടെ ഒരു കാര്യം കേരളത്തിലെയും രാജ്യത്തെയും മനുഷ്യർ പറയുന്നത്, നിങ്ങൾ ആ ഡൽഹി സമരത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ ഡൽഹി സമരത്തിൽ തൂത്തെറിയപ്പെട്ടത്, കടപുഴകി വീണത്, പറന്നുപോയത് അധികാരവർഗത്തിന്റെ ദാഷ്ട്യം മാത്രമായിരുന്നില്ല. അധികാരവർഗത്തിന് കുഴലൂതിയിരുന്ന, കാലു തിരുമ്മിക്കൊടുത്തിരുന്ന, അധികാരവർഗത്തിന്റെ പൈസ വാങ്ങി അവരുടെ പിടിയാളുകളായി മാറിയ മാധ്യമ തമ്പുരാക്കന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന മാധ്യമ പുഴുക്കൾ കൂടിയായിരുന്നെന്ന് ഇവിടെ ഈ കുഴലൂത്ത് നടത്തുന്ന മാധ്യമ മുതലാളിമാരും മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാലം എല്ലാ അധമന്മാരെയും തൂത്തെറിയും. രാജ്യത്തെ മാധ്യമങ്ങളെ കൂവിയാണ് വിദ്യാർത്ഥികൾ ഓടിച്ചത്. ഈ ഗോഡി മീഡിയ ചോർഹെ എന്ന മുദ്രാവാക്യത്തിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ മാധ്യമങ്ങൾ സ്തംഭിച്ചിരുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ്. ഇവിടെയും ചില മാധ്യമങ്ങൾ അവരാണ് ഈ കേരളത്തിന്റെ പൊതുബോധം സൃഷ്ടിക്കുന്നതെന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ മാധ്യമങ്ങൾക്കുണ്ടായ അവസ്ഥ, ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിയാതെ ഓടിപ്പോകേണ്ടി വന്ന ഓട്ടം, അത് ഡൽഹിയിൽ ആരംഭിച്ച് അവസാനിക്കുന്നതാണെന്ന് വിനു വി ജോണിനെ പോലെ കേരളത്തിലെ അധമ മാധ്യമ പ്രവർത്തനം നടത്തുന്ന, കാലു വെക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ ബോധ്യപ്പെടുന്നല്ലായിരിക്കും. ഇങ്ങനെ ചില മാധ്യമ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുക. എന്താണ് ഇടതുപക്ഷത്തിന്റെ പങ്കെന്ന് ഇവിടുത്തെ ലീഗുകാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. എന്താണ് ഇടതുപക്ഷത്തിന്റെ പങ്കെന്ന് ചിലപ്പോൾ കോൺഗ്രസുകാർക്ക് കേരളത്തിൽ സംശയം ഉണ്ടാവും. എന്താണ് ഈ സമരത്തിൽ ഇടതുപക്ഷം വഹിച്ച പങ്കെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇന്നലെ പുറത്തിറങ്ങിയ ഓർഗനൈസറിന്റെ ലേഖനം ഇവിടുത്തെ കോൺഗ്രസുകാരൻ ലീഗുകാരനെടുത്ത് വായിച്ചാൽ മതി. ഇടതുപക്ഷം ഈ സമരത്തിനൊപ്പം ചേർന്നതുകൊണ്ടാണ് ഈ സമരം ഒരു പ്രക്ഷോഭവും രാജ്യം കണ്ടൊരു വലിയ മൂവ്മെന്റുമായി മാറിയതെന്ന് വിമർശിച്ചിരിക്കുന്നത് രാജ്യത്തെ RSSന്റെ മുഖപത്രം ഓർഗനൈസറാണ്. ഇതേ ഓർഗനൈസറാണ് കേട്ടോ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോ പുതിയ പ്രതീക്ഷയാണ് VD സതീശൻ എന്ന് ലേഖനം എഴുതി ലീഗുകാർ. പക്ഷേ അത് വായിച്ചിട്ടാണ് ലീഗുകാർക്ക് VD സതീശൻ സ്നേഹം കൂടുതലാണ്. ഈ ഓർഗനൈസർ ലേഖനം എഴുതുന്നു. എന്താ ലേഖനം? രാജ്യത്തെ ഇടതുപക്ഷം ഈ സമരത്തെ ഏറ്റെടുത്തത് കൊണ്ടാണ്, രാജ്യത്തെ ഇടതുപക്ഷം ഈ സമരത്തെ പിന്തുണച്ചത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ സംഘടിതമായി ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെ സമരവിജയത്തിലേക്ക് നയിച്ചത് എന്ന് ഇടതുപക്ഷത്തെ വിമർശിച്ച് ഓർഗനൈസർ ഇവരെ പിടികൂടിയില്ലെങ്കിൽ
ഇന്ത്യ ആപത്തിലാണ് എന്ന് RSS പറയുകയാണ്. യഥാർത്ഥത്തിൽ RSSന്റെ ഓർഗനൈസറിലെ ലേഖനത്തിന്റെ പ്രതിഫലനമാണ് ഡൽഹിയിലെ CPMന്റെ ആസ്ഥാനത്തേക്ക് പോലീസ് നടത്തിയ നരവേട്ട എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില സംഘമിത്രങ്ങൾ ഇപ്പോ വലിയ ആവേശത്തിലാണ്. ഡൽഹിയിൽ AKG ഭവനിലേക്ക് പോലീസ് രംഭിയാച്ചെത്തി SFI നേതാവിനെ പിടിച്ചുകൊണ്ടുപോകുമെന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോ ഇതാ സമരം ചെയ്ത തീവ്രവാദിയെ പോലീസ് പിടികൂടാൻ പോകുന്നു എന്ന ആവേശത്തിൽ ചില BJP നേതാക്കന്മാർ, RSS നേതാക്കന്മാർ ഫേസ്ബുക്കിൽ പ്രതികരിക്കാൻ. സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, ഭീഷണിയായിട്ടൊന്നും കൂട്ടണ്ട. പാർട്ടി ഓഫീസും പാർട്ടി ആസ്ഥാനവും CPMന് മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ BJPക്കും ഉണ്ട് എന്ന് നന്നായി കരുതി വെക്കുന്നത് BJPക്ക് നന്നായിരിക്കും. CPMന്റെ മെമ്പർഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത BJPക്കാരനെ പോലെ മിസ് കോൾ അടിച്ച് നേടിയ മെമ്പർഷിപ്പ് അല്ല. 5 ലക്ഷം നട്ടലുള്ള തൊഴിലാളികൾ സംഘടിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPM എന്ന് അവർ ഓർക്കണം. രാജ്യത്തെ CPMന്റെ സ്ഥിതി വ്യത്യസ്തമല്ല. അപ്പൊ പാർട്ടി ഓഫീസ് തൊട്ട് കളിക്കുമ്പോ, പാർട്ടി ആക്രമിക്കാൻ വരുമ്പോ, പാർട്ടിക്കെതിരായി അതിക്രമം നടത്തുമ്പോ, പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിൽക്കുന്നവരെ, വിദ്യാർത്ഥി സമര പ്രക്ഷോഭത്തിന് മുഖമായി നിൽക്കുന്നവരെ ആക്രമിച്ചും കള്ളക്കേസിൽപ്പെടുത്തിയും ഈ രാജ്യത്ത് ജയിലിലടച്ചാൽ ഇടതുപക്ഷത്തിന്റെ സംഘടിതമായ ജനകീയ മുന്നേറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് RSS പരിശ്രമിക്കാനേ പാടില്ല. അങ്ങനെ പരിശ്രമിച്ചാൽ രാജ്യത്തിനിയും അതിശക്തമായ ജനകീയ രോഷത്തിന് RSSന് BJPക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അസംതൃപ്തിയിലാണ്. രാജ്യത്തെ ഭരണം തുടർച്ചയുണ്ടാക്കാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അസാമാന്യമായ നിലയിൽ വെറുപ്പ്, വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളെന്നും ജിഹാദികളെന്നും വിളിച്ച് രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ അവർ നടത്തിയ പ്രചരണം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മാത്രം ലക്ഷ്യം വെച്ചാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാനേ പാടില്ല. RSS ഇന്ത്യയിൽ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ട്രംപ് കാർഡുകളിലൊന്ന് രാജ്യത്തെ ന്യൂനപക്ഷത്തിനെതിരായ വിദ്വേഷ പ്രചരണമാണ്. ആ വിദ്വേഷ പ്രചരണത്തിലൂടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ശത്രുവാത്മകമായ ഒരു നിലപാട് രാജ്യത്തെ മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് RSS പരിശ്രമിക്കുന്നത്. ഇതിനെ ഇന്ത്യയുടെ ജനാധിപത്യ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. ഭൂരിപക്ഷമാണ് അവർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആരാണ് ഈ ഭൂരിപക്ഷം? നിങ്ങൾ ഇന്ത്യയുടെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ RSS ഉയർത്തിപ്പിടിക്കുന്നത് മനുസ്മൃതിയാണെങ്കിൽ, ആ മനുസ്മൃതിയിലെ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചാണെങ്കിൽ ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരുമാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നാണ് മനുസ്മൃതി എഴുതി വെച്ചിരിക്കുന്നത്. രാജ്യത്തെ ആകെ ജനസംഖ്യ എടുക്കുക RSSകാരാ, രാജ്യത്തെ ആകെ മനുഷ്യന്റെ എണ്ണം എടുക്കുക RSSകാരാ. രാജ്യത്തെ മനുഷ്യന്റെ ആകെ എണ്ണത്തിൽ ഈ ക്ഷത്രിയന്മാരുടെ, ബ്രാഹ്മണന്മാരുടെ അംഗസംഖ്യ എത്ര പുറത്തുവിടാൻ RSS ധൈര്യമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിഭാഗത്തെ, ക്രിസ്ത്യൻ ജനവിഭാഗത്തെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ, രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ നിങ്ങൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷമാണെന്നും നിങ്ങൾ പിന്നോക്കക്കാരാണെന്നും നിങ്ങളല്ല ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ആവർത്തിച്ച് ഇവർ കൊട്ടിഘോഷിക്കുമ്പോൾ RSS ഉയർത്തിപ്പിടിക്കുന്ന തത്വസംഹിതയിലെ ഭരണാധികാരികൾ രാജ്യത്ത് വെറും 5% താഴെയാണ് എന്ന് രാജ്യത്തിന്റെ ജനസംഖ്യ നമ്മളോട് പറയുന്നുണ്ട്. 15% കേട്ടോ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ രാജ്യത്തെ ജനസംഖ്യ. ഏതാണ്ട് 4-5% ക്രിസ്ത്യൻ ജനവിഭാഗ ജനസംഖ്യയുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏതാണ്ട് 26% ഈ രാജ്യത്തുണ്ട്. ഈ ജനവിഭാഗം ചേരാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കാണുന്നതെന്ന് RSS ഒന്ന് വിശദീകരിക്കാൻ തയ്യാറാവണം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗമായിരുന്നുവെന്ന് എങ്ങനെ RSSന് മറക്കാൻ കഴിയും? RSS ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഐതിഹാസികമായ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുമ്പോ പോലും ഇന്ത്യയാണ് എന്റെ മാതൃരാജ്യമെന്ന് പ്രഖ്യാപിച്ച, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജീവൻ കൊടുത്ത ഇന്ത്യയിലെ മുസൽമാനെ ഈ 2026 ആക്രമിക്കാൻ RSS തയ്യാറാവുന്നത് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുന്നത് തുല്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ ആക്രമിക്കുന്നത് തുല്യമാണ്. ഇന്ത്യയിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ ആക്രമിക്കുന്നത് തുല്യമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി RSSന്റെ അക്രമമെന്ന് തിരിച്ചറിയാൻ ഇന്ത്യക്ക് സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം രാജ്യത്ത് നിലനിൽക്കാതെ പോകുമെന്ന് നാം ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സൃഷ്ടിക്കപ്പെടുന്ന,
ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് രാജ്യത്ത് നടക്കുന്ന സംഘടിതവും അസംഘടിതവുമായ ഈ കരുനീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യരെല്ലാം ഒരുമിച്ച് ചേരേണ്ടതായിട്ടുണ്ട്. ആ ഐതിഹാസികമായ പ്രക്ഷോഭത്തിന്റെ ചൂടുവെപ്പാണ് ഡൽഹിയിലെ സമരമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. RSSന് എല്ലാ കാലത്തും പിന്തുണ പ്രഖ്യാപിച്ച രാജ്യത്തെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ പോലും അവരിൽ നിന്ന് മാറി ചിന്തിക്കുന്നുവെന്ന ശുഭസൂചകമായ വാർത്ത രാജ്യത്ത് വരുമ്പോ എല്ലാ ഫാസിസ്റ്റുകൾക്കും അന്ത്യമുണ്ടാകുമെന്ന ചരിത്രപരമായ നേർസാക്ഷ്യമാണ് ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോകുന്നതെന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടണം. വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർ അമ്പലങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോ വിശ്വാസികൾ തന്നെ സംഘടിച്ച് ഈ അമ്പലക്കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ രാജ്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങണം. നരേന്ദ്രമോദി ഒന്നും ഞങ്ങൾക്കൊരു എതിരാളിയെ അല്ല എന്നാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചത്. കണ്ടല്ലോ, നരേന്ദ്രമോദിക്ക് ഒരു വിഷയത്തിലും പ്രതികരിക്കാതെ മൗനി ബാബയായിരുന്ന പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ വിഷയങ്ങളോട് പ്രതികരിക്കാൻ പുതിയ മാർഗങ്ങൾ തേടുന്നതിലേക്ക് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വഴിവെച്ചു എന്നത് ഭരണാധികാരികൾ അക്ഷരാർത്ഥത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സ്തബ്ധരായി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഉയർന്നു വരുന്ന സംഘടിതമായ പ്രതിപക്ഷ പോരാട്ടത്തെ നാം കാണുന്നത്. എന്റെ രാഹുൽ ഗാന്ധിക്ക് ജന്തർ മന്ദർ വരെ പോകാൻ സമയം കിട്ടാതിരുന്നത്? രാഹുൽ ഗാന്ധിക്കും ഇന്ദിരാഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കും എന്റെ ജന്തർ മന്ദറിൽ പോയി തടിച്ചുകൂടി 50,000-നും 1,00,000-നും ഇടയ്ക്ക് വരുന്ന ആ വിദ്യാർത്ഥി സഞ്ചയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയാതെ പോയത്? അവിടെയാണ് അധികാരമാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്ന് ഈ സന്നിഗ്ധ ഘട്ടത്തിലും കോൺഗ്രസ് തെളിയിച്ചത് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. ഇവരെങ്ങാനും ഇനി നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി തങ്ങൾക്ക് ഭീഷണിയായി മാറുമോ എന്നാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. പണ്ടിതുപോലെ അന്നാഹസാര സമരം നടത്തി ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി. ആം ആദ്മി പാർട്ടി BJP കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഡൽഹി സംസ്ഥാനവും കൊണ്ട് പോയതിനു ശേഷം ഏത് പ്രക്ഷോഭം വന്നാലും കോൺഗ്രസുകാർക്ക് പേടിയാണ്. ജനകീയ പ്രക്ഷോഭമായിക്കോട്ടെ, ജനങ്ങൾ സംഘടിക്കുന്ന പ്രക്ഷോഭമായിക്കോട്ടെ, ആ പ്രക്ഷോഭത്തിന്റെ ആത്യന്തികമായി ആരധികാരം കൊണ്ടുപോകുമെന്ന അധികാര കസേരയുടെ തർക്കമാണ് ഇന്നും രാജ്യത്തെ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് ഇനി എന്നാണ് നന്നാവാൻ പോകുന്നത്? രാജ്യത്തെ കോൺഗ്രസ് വിശാലമായ ജനകീയ താല്പര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തിപ്പെടാൻ കഴിയാത്തത്? ഒരു ജനകീയ സമരം പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു. അതിൽ വിദ്യാർത്ഥികൾ കണ്ണുചേരാതെ അണപൊട്ടാതെ കണ്ണുചേർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രക്ഷോഭം നടക്കുന്ന വേദിയിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എത്തിച്ചേരാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അവിടെയാണ് അധികാരം മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഇന്ത്യയിലെ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയാതെ പോകുമെന്ന സത്യം നാം കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തേണ്ടത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചോ? ഞങ്ങൾക്ക് പരാതിയില്ല. ഇനി രാഹുൽ ഗാന്ധിയേക്കാൾ മെച്ചം പ്രിയങ്ക ഗാന്ധിയാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്ക്, ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ ആരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്നോ ഇല്ലയോ എന്നതല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നം. സംഘടിതമായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്, ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വമാവാൻ ഇന്ത്യയിലെ കോൺഗ്രസിനാകുമോ എന്നതാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് എന്നതിൽ എവിടെ നിൽക്കുന്നുവെന്ന് കോൺഗ്രസിനെ കൈയഴിച്ച് പിന്തുണയ്ക്കുന്ന ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആത്മപരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് 2008 രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോ 1026 MLA-മാർ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി കോൺഗ്രസിനുണ്ട്. ഇന്ന് 2026 രാഹുൽ ഗാന്ധി നയിച്ച കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുമ്പോ 1026 MLA-മാർ എന്നത് ഇന്ന് കേവലം 600 കുറഞ്ഞിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വസ്തുത ഇന്ത്യയിലെ കോൺഗ്രസും ലീഗും തിരിച്ചറിയുന്നുണ്ടോ? 2014 14 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല. 14 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന ആ പാർട്ടി 2026 എത്തുമ്പോ 5 സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ആർക്കാണ് ഏറ്റെടുക്കാൻ കഴിയുന്നത്? രാജ്യത്തെ RSSനോട്, സംഘപരിവാരത്തോട് മൃദു സമീപനം സ്വീകരിച്ചതിന്റെ പ്രതിഫലനമാണ് കോൺഗ്രസ് പാർട്ടി തന്നെ BJPയായി മാറിയതെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സമാനമായി വേട്ട നടത്തുന്ന, സമാനതകളില്ലാത്ത വേട്ട നടത്തുന്നത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്.
ആരാ? ഹിമന്ത വിശ്വാസ് ശർമ്മ. ബിജെപിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വാസ് ശർമ്മ കോൺഗ്രസിന്റെയും അവസാനത്തെ മുഖ്യമന്ത്രിയാണ് ആസാമിലെ. മണിപ്പൂരിലെ രാജിവെച്ച മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? രാജ്യത്തെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ഇന്ന് ബിജെപിക്ക് നേതൃത്വം കൊടുക്കുന്നവരായി കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ എങ്ങനെ മാറി എന്ന് ആത്മപരിശോധന നടത്താൻ ഇന്ത്യയിലെ കോൺഗ്രസിന് ആവുന്നുണ്ടോ? വളരെ മനോഹരമായ ഒരു ലേഖനം ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ ഈ അടുത്ത് എഴുതുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്നാണ് എന്റെ ഓർമ്മ. ആ ആഴ്ചപ്പതിപ്പിലെ ലേഖനത്തിൽ രാമചന്ദ്ര ഗുഹ രാജ്യത്തെ പ്രധാനപ്പെട്ട ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു യുവ കോൺഗ്രസ് എം പി അദ്ദേഹത്തെ സമീപിച്ചു. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ അങ്ങേക്ക്? ആ ഉപദേശത്തിന്റെ ഭാഗമായി അന്ന് രാമചന്ദ്ര ഗുഹ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നായിരുന്നു. ആ ഉപദേശം കൊടുത്ത് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കെട്ടിയിറക്കി മത്സരിപ്പിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ? രാജ്യം ഒരു കുടുംബ സ്വത്തായി എല്ലാ കാലവും നിലനിർത്തിയിരുന്ന കോൺഗ്രസിന്റെ കുടുംബ വാഴ്ചക്കെതിരായ ജനവധിയാണ് 2014 രാജ്യത്തുണ്ടായതെങ്കിൽ അതിൽ നിന്നും ഒരു തരിമ്പ് പാഠം പഠിച്ച് മനസ്സിലാക്കാൻ രാജ്യത്തെ കോൺഗ്രസിനായിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഇന്നും കോൺഗ്രസിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് വന്നപ്പോ ഇവിടെ നടന്ന പ്രചരണം നിങ്ങൾക്ക് ഓർമ്മയില്ല? ഞാൻ ആ പ്രചരണങ്ങളിൽ പലത് ഓർക്കുന്നുണ്ട്. അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം 2019 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന്മാർ പറഞ്ഞത് നെഹ്റുവിന്റെ ഛായയുള്ള ഒരാളിതാ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നാണ്. വീണ്ടും ആ പ്രയോഗം നമ്മളിപ്പോ കേട്ടു 2026. അതിലേക്ക് ഞാൻ വരാം. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ 2019 കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർ പറഞ്ഞത് നെഹ്റുവിന്റെ ഛായയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരും. നമ്മൾ പറഞ്ഞു, നല്ല കാര്യം. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നിടത്തേക്ക് വന്ന് മത്സരിക്കട്ടെ, മത്സരിച്ച് ജയിക്കുന്നെങ്കിൽ ജയിച്ചോടെ നമ്മൾ അന്തസ്സായി രാഷ്ട്രീയ മത്സരം നടത്തി. എന്നിട്ടോ 2019 പ്രധാനമന്ത്രിയാവാൻ പോയ രാഹുൽ ഗാന്ധി കേരളത്തിലായതുകൊണ്ട് വയനാട്ടിൽ നിന്ന് പാർലമെന്റ് കണ്ടു, അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടു. ഞാൻ നിങ്ങൾ കണ്ടു. ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായയും ആയി പിന്നെ ഈ വയനാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നില്ല. എന്തെല്ലാം പ്രചരണം നടന്നു. ഞാൻ ആ പ്രചരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇനി ഞങ്ങൾക്ക് നെഹ്റുവിന്റെ ചായയുള്ള രാഹുൽ ഗാന്ധി വേണ്ട. അങ്ങനല്ലേ ഇവിടുത്തെ കോൺഗ്രസ് ലീഗാരം പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ കൊണ്ട് കൂട്ടിയാൽ മോഡിയെ കൂടുന്നില്ല, അതുകൊണ്ട് ഇനി ഇന്ദിരയുടെ ചായയുള്ള പ്രിയങ്ക ഗാന്ധി വേണം. ഇവിടുത്തെ ലീഗാരം മുദ്രാവാക്യം വിളിച്ചു. ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു. എന്തു മാറ്റം രാജ്യത്തെ ദേശീയ തലത്തിൽ ഉണ്ടായി? ഉത്തർപ്രദേശ് ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ഇന്ത്യ പിടിക്കണമെങ്കിൽ, ഇന്ത്യയിൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശും ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് തിരിച്ചു വരണ്ടേ? അതിനു വേണ്ടുന്ന വല്ല പണിയും ഇവിടുത്തെ കോൺഗ്രസുകാരൻ എടുക്കുന്നുണ്ടോ? ഭീകാരം ചോദിക്കണം വല്ലപ്പോഴും കോൺഗ്രസുകാരെ അടുത്ത് കിട്ടുമ്പോ. നിങ്ങൾ ഈ രാജ്യത്ത് ബിജെപിക്കെതിരെ നിലപാട് സ്വീകരിക്കണം. നിങ്ങൾ ഈ രാജ്യത്തെ ബിജെപിയുടെ വർഗീയ ചിന്തക്കെതിരെ നിലപാട് സ്വീകരിക്കണം. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരെ ബിജെപി നടത്തുന്ന അക്രമത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ രാജ്യത്തെ കോൺഗ്രസ് തയ്യാറാവട്ടെ. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന വിഷയങ്ങളിൽ എവിടെയെങ്കിലും നേരോടെ നിർഭയം നിലപാട് സ്വീകരിക്കാൻ ഈ സമീപകാല ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. എത്രയോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന മനുഷ്യർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെട്ടു. എത്രയോ മനുഷ്യർ പശുവിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ടു. എത്രയോ മനുഷ്യർ തൊപ്പിവെച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. ആ തൊപ്പിവെച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാൻ ഈ രാഹുൽ ഗാന്ധി തയ്യാറായോ? ഉമർ ഖാലിദിനെ പോലെ നിരവധിയായ പോരാളികൾ രാജ്യത്ത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെടുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്നും കോൺഗ്രസ് അറച്ചു നിൽക്കുകയാണ്. എന്തേ കോൺഗ്രസ് അറച്ചു നിൽക്കുന്നത്? എന്തേ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഒരു മെല്ലപ്പോക്ക്, ഒരു പുറകോട്ട് പോക്ക് കോൺഗ്രസ് ഉണ്ടാവുന്നത്? വോട്ട് ബാങ്ക് മാത്രമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ച് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ എങ്ങനെയും അധികാരത്തിലെത്തണം എന്ന് RSSും കോൺഗ്രസും എല്ലാം ചേർന്ന് വലിയ പദ്ധതി തയ്യാറാക്കി ഇവിടെ നടപ്പിലാക്കി. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ? ഇടതുപക്ഷം പരാജയപ്പെട്ടതിനെ പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം പരാജയപ്പെട്ട് 2 മാസം ഈ കേരളത്തിനകത്ത് പിന്നിടുമ്പോ
രാജ്യത്തെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും സ്വീകരിക്കുന്ന നിലപാട് ആർക്കനുകൂലമായ നിലപാടാണെന്ന് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണം. എന്ത് പരിശോധന കോൺഗ്രസ് നടത്തുന്നു? എന്ത് പരിശോധന രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു? എന്ത് പരിശോധന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു? നാഥനില്ല കളരിയായി കേരളത്തിലെ ഗവൺമെന്റ് മാറി. കോൺഗ്രസിന്റെ സമാദരണീയ നേതാവ് കേരളത്തിൽ നിപ്പോ KC വേണുഗോപാലാണ്. ആരാ KC വേണുഗോപാല്? ആരാ KC വേണുഗോപാൽ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. നിങ്ങൾ കോൺഗ്രസ്സുകാരനോടാണ് ചോദിക്കുകയെങ്കിൽ കോൺഗ്രസ്സുകാരൻ പറയും KC വേണുഗോപാൽ BJP ഏജന്റ് ആണ് എന്ന് പറയും. നമ്മളല്ല കേട്ടോ പറയുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടത്തിയ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ഉണ്ട്. സത്യസന്ധമായി പറയട്ടെ, നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി. രാജ്യത്തെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് KC വേണുഗോപാലിനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ വിളിച്ചെന്താ? ഇവിടുത്തെ ലീഗുകാരൻ വിളിച്ചെന്താ? ലീഗുകാരന്റെയും കോൺഗ്രസ്സുകാരന്റെയും കമന്റാണ് മൊത്തം പോസ്റ്റിനും. എന്താ പോസ്റ്റിലെ കമന്റ്? ഇയാൾ BJP ഏജന്റാണ്. നമ്മൾ പോലും പതിക്കാണ് പ്രസംഗിക്കുന്നത്. ഇടതുപക്ഷം പോലും KC വേണുഗോപാലിനെ രാഷ്ട്രീയപരമായിട്ടാണ് ആക്രമിച്ചത്. കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒറ്റതിരിഞ്ഞ് KC വേണുഗോപാലിനെ അധികാരത്തിന് വേണ്ടി ആക്രമിക്കുന്ന കാഴ്ച നാം കണ്ടില്ല. രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി BJP ഏജന്റാണെന്ന് കോൺഗ്രസുകാർ ഈ കേരളത്തിൽ നവമാധ്യമങ്ങൾ എഴുതിയ പോസ്റ്റ് ഇന്നും മായാതെ കേരളത്തിൽ കിടക്കല്ലേ? എന്തേ കോൺഗ്രസുകാർക്ക് മുൻകാട്ടില്ലാത്തത്? എന്തേ കോൺഗ്രസ് മൗനം പാലിക്കുന്നത്? എന്തേ KC വേണുഗോപാലിനെതിരെ നിരന്തരം ഉണ്ടാവുന്ന അക്രമങ്ങളിൽ കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കാത്തത്? അപ്പൊ പരസ്പരം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. VD സതീശൻ RSSന്റെ ഏജന്റാണെന്ന് കോൺഗ്രസുകാർ തുറന്നു സമ്മതിക്കുന്നു. KC വേണുഗോപാൽ RSS അനുകൂല നിലപാടുണ്ടെന്ന് കോൺഗ്രസുകാർ തുറന്നു പറയുന്നു. എന്നിട്ടോ 2 മാസത്തെ ഭരണം പൂർത്തിയാക്കപ്പെടുമ്പോ RSS ആഗ്രഹിച്ചതെല്ലാം കഴിഞ്ഞ 10 വർഷക്കാലം നടക്കാത്തത് രാജ്യത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കണക്കെടുത്ത് കേട്ടോ. ആ കണക്ക് കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്കിൽ നീറ്റ് സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ SFIക്കെതിരെ കേരള പോലീസ് ചാർജ് ചെയ്ത കേസാണ്. നിങ്ങൾ കേൾക്കണം, സഖാക്കൾ കേൾക്കണം. 48 കേസുകളാണ് കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് 14 ജില്ലകളിലായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ചേർന്ന് എടുത്തത്. ആ 48 കേസിൽ 5 നോൺ ബെയിലബിൾ കേസാണ്. 26 സഖാക്കളെ വിവിധ കേന്ദ്രങ്ങളിലായി നോൺ ബെയിലബിൾ കേസിന്റെ ഭാഗമായി ജയിലിലടച്ചു. രാജ്യത്തെ BJP ഗവൺമെന്റ് ഭരിക്കുന്നിടത്ത് നീറ്റ് പരീക്ഷയ്ക്കെതിരെ സമരം നടത്തിയ കേസുകൾ പിൻവലിക്കാമെന്ന് എഴുതി തയ്യാറാക്കി ഉറപ്പ് സമരം ചെയ്തവർക്ക് കൊടുക്കുമ്പോ കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരുടെ ഗവൺമെന്റാ കേരളം ഭരിക്കുന്നത്? നീറ്റ് സമരത്തിൽ സമരം ചെയ്തവരെ ജയിലിൽ അടക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തത് കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ? എങ്ങനെ ഒരു നിർദ്ദേശം കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് പോയി? എന്റെ ഈ കേസുകൾ പിൻവലിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്താൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കഴിയാതെ പോകുന്നു. അവിടെയാണ് RSSനെ പ്രീതിപ്പെടുത്താൻ എന്തും ചെയ്യുമെന്നിടത്തേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ലീഗുകാർക്ക് വല്ല മിണ്ടാട്ടമുണ്ടോ? ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കുറച്ച് ആശ്വാസത്തിലാണ്. എന്താണെന്നറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങളൊക്കെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അപ്പൊ വരും ലീഗുകാരുടെ പോസ്റ്റാ, ലീഗുകാരുടെ കമന്റാ. സംഘടിതമായിരിക്കാണ് കമന്റ് ചെയ്യാൻ പോസ്റ്റ് അടിയും. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അപ്പൊ കമന്റാ, പച്ചത്തെറിയാണ് കമന്റായി ഇടുന്നത്. ഇതാണ് സംസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോ. ലീഗിന്റെ സംസ്കാരം എന്നാണെന്ന് അതിൽ നിന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടോളൂ. പച്ചത്തെറി കമന്റായി പോസ്റ്റ് ചെയ്യുക. വിവിധ പോസ്റ്റുകൾ, വിവിധ കമന്റുകൾ, വിവിധ വീഡിയോകൾ, വിവിധ പോസ്റ്ററുകൾ ലീഗുകാർ ഇറക്കുകയാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ട് ലീഗിന്റെ കമന്റും ഇല്ല, ലീഗിന്റെ പോസ്റ്ററും ഇല്ല, ലീഗിന്റെ ആവിയുമില്ല. ലീഗ് നേതാക്കന്മാർ മാധ്യമങ്ങളെ കണ്ട് ഒന്നും പറയുന്നില്ല. എന്തേ ലീഗ് മിണ്ടാതിരിക്കുന്നത്? എന്തേ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ഭരണത്തിലെ രണ്ടാമനായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുമ്പോ ഇപ്പൊ പഴയ ആവേശമില്ലാത്തത്? VD സതീശൻ പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ സഖാക്കൾക്ക്? നല്ല സഖാക്കളെ കാണുമ്പോൾ ചിരിക്കണമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞു. ഈ നിലമ്പൂർ വെച്ച് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നല്ല ലീഗുകാരുണ്ടല്ലോ, മതനിരപേക്ഷവാദിയായ ലീഗുകാർ, നല്ല മതനിരപേക്ഷവാദിയായ ലീഗുകാർ, നല്ല മതനിരപേക്ഷവാദിയായ ലീഗുകാരെ കണ്ട സഖാക്കളെ നല്ല പുഞ്ചിരി പാസാക്കിക്കോളിൻ. 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ VD സതീശൻ ഗവൺമെന്റിനെതിരെ രംഗത്ത് വരുന്നവരിൽ അവരുണ്ടാവും നമ്മളോടൊപ്പം. എന്തേ ലീഗ് മിണ്ടാത്തത്? 21 MLA-മാരെ ലീഗ് ജയിപ്പിച്ചില്ല. 21 പേരെ, 1-2 എത്ര പേരെ ജയിപ്പിച്ചു? 21 MLA-മാരെ ലീഗ് ജയിപ്പിച്ചു. 21 MLA-മാരെ ജയിപ്പിച്ച ലീഗിനാണോ UDF ഭരണത്തിൽ സ്വാധീനം? 3 MLA-മാരെ ജയിപ്പിച്ച BJP-ക്കാണോ?
ലീഗിന്റെ നേതാക്കന്മാർ ഹൃദയത്തിൽ തൊട്ട് പറ, ലീഗിന്റെ നേതാക്കന്മാർ ഹൃദയത്തിൽ തൊട്ട് പറ, ഇത് വെല്ലുവിളിയായി എന്ന് ഞങ്ങൾ പറയല്ല. നിങ്ങളോടുള്ള സഹാനുഭൂതി കൊണ്ട് ചോദിക്കുക, ലീഗിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുക. 21 MLA കൊണ്ടുപോയി BD സതീശന്റെ അടുക്കളപ്പണി ചെയ്യാനാണല്ലോ കേരളത്തിലെ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിധി എന്ന് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏറ്റവും സീനിയറായ നേതാവ് കേട്ടോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷത്തിരുന്നപ്പോ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ പിന്നെ പ്രതികരിച്ചിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇപ്പൊ ഒറ്റ വാക്കേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുള്ളൂ, അതൊന്നും വിശ്വാക്കണ്ട. എന്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് അതൊന്നും വിശ്വാക്കണ്ട. മൂപ്പരറിയാതെ മൂപ്പരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റി. ഏത്? വ്യവസായ വകുപ്പിലെ. രാജ്യത്തെ കേരളത്തിലെ മന്ത്രിസഭയിലെ രണ്ടാമനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സെക്രട്ടറിയെ വകുപ്പിൽ മാറ്റിയിട്ട് ഒന്നുറക്കെ കരയാൻ ഇവിടുത്തെ ലീഗുകാരനായില്ലല്ലോ. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി കേട്ടോ. ഇവിടുത്തെ പ്രചരണത്തേക്കുണ്ടാവില്ല. നമ്മളാണ് മാറ്റിയെങ്കിൽ ലീഗുകാരൻ അപ്പൊ വീഡിയോയിൽ പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ കേരളത്തിൽ മാറ്റണമെന്ന് ആദ്യം പറഞ്ഞത് വിശ്വ ഹിന്ദു പരിഷത്താണ് കേരളത്തിൽ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റണമെന്ന്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ മാറ്റാൻ ഉത്തരവിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പേജിൽ ഇപ്പോഴും ആ പോസ്റ്റുണ്ട്. ലീഗുകാർ എപ്പോഴും ഫേസ്ബുക്കിലുള്ളവരാണല്ലോ, കയറി നോക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ മാറ്റിയ സംസ്ഥാന ഗവൺമെന്റിന് അഭിവാദ്യങ്ങൾ. ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അല്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കമ്മിറ്റി അഭിവാദ്യം അർപ്പിക്കാൻ ആർക്ക്? കേരളത്തിലെ ഗവൺമെന്റിന്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായിട്ട് ആരാണ് വെച്ചിരിക്കുന്നത്? നല്ല ഒന്നാം തരം കളകളഞ്ഞ RSSന്റെ വേലക്കാരൻ B അശോകനെ വെച്ചു. മിണ്ടിയോ ലീഗ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നടത്തിയ പ്രചരണമില്ലേ? ഇടതുപക്ഷത്തെ വർഗീയതയുമായി ബന്ധിപ്പിക്കാൻ നടത്തിയ വ്യാജ പ്രചരണങ്ങളില്ലേ? ഞാൻ ഈ നിലമ്പൂരിൽ നിന്ന് ഇവിടുത്തെ ലീഗുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ അധികാരത്തിലെത്തി 2 മാസം പിന്നിടുമ്പോ വെള്ളാപ്പള്ളിയെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തോ? ഒരു കേസ് വെള്ളാപ്പള്ളിക്കെതിരെ എടുത്തോ? വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പുതിയ കാൽവെപ്പ് ഇവിടെ UDF അധികാരത്തിലെത്തി നടത്തിയില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി അംഗമല്ല കേട്ടോ. നിങ്ങൾ ബോധ്യപ്പെട്ടു? രാഷ്ട്രീയ പാർട്ടി അംഗം വെള്ളാപ്പള്ളിയുടെ മോന തുഷാർ വെള്ളാപ്പള്ളി. NDAയുടെ കൺവീനർ സുകുമാരൻ നായരെ കാണാൻ സമയം കൊടുക്കാത്ത BD സതീശൻ പോയി കണ്ടതും സംസാരിച്ചതും കേരളത്തിലെ NDAയുടെ കൺവീനറായിരുന്ന തുഷാർ വെള്ളാപ്പള്ളിയോടാണ്. എന്ത് രീതിയിലാ സംസാരിച്ചത്? ഈ കാര്യം ചോദിച്ചോ? BD സതീശനെ വിളിച്ചിട്ട് BD സതീശേട്ടാ എന്താണ് നിങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയോട് സംസാരിച്ച് ചോദിച്ചോ? തുഷാർ വെള്ളാപ്പള്ളിയുമായി കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയില്ലേ? അവിടെ അവസാനിച്ചോ? ശശികലയെ പറ്റി ഞാൻ പറയണ്ടല്ലോ. ആരാണ് ശശികലയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. ഒരു പ്രസ്താവന കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തുന്ന ആ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു വിഷയത്തിൽ ശശികല പ്രതികരിച്ചത്. ഏതോ വിഷയം, നമ്മുടെ നന്ദഗോവിൻ ഭജൻസ്. ആ ഭജൻസ് ഒരു പള്ളിയിൽ, ഒരു അമ്പലത്തിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം എന്ന് തോന്നിക്കുന്ന ഒരു ഗാനം പാടി. അന്ന് ഈ ശശികല പറഞ്ഞത്, ഈ പാട്ട് അമ്പലത്തിൽ പാടിയത് പായസത്തിൽ ചിക്കൻ മസാല ഇടുന്നത് പോലെയാണ്. എന്നാലോചിച്ച് നോക്ക്, ഇവിടെ അമ്മമാരിയ്ക്കുന്നുണ്ട്, ഇവിടെ അടുക്കളയിൽ കയറി നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പായസം കഴിക്കുന്നവരാണ്. സാമാന്യ ബുദ്ധിയും വിവരവും മാനസികമായി ബോധമുള്ള ഒരു മനുഷ്യന് പായസത്തിൽ ചിക്കൻ മസാല ഇടുന്ന ആലോചിക്കാൻ കഴിയുമോ? പായസത്തിൽ ചിക്കൻ മസാല ഇടുന്നേ ഇതൊക്കെ തരുന്ന പച്ചവെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ മനുഷ്യൻ ജീവിച്ചിരിക്കും. ഈ ശശികല ഒരു ഗ്ലാസ് പച്ചവെള്ളം മനുഷ്യന് കൊടുത്താൽ എങ്ങനെ വിശ്വസിച്ച് മനുഷ്യൻ ആ പച്ചവെള്ളം വാങ്ങി കുടിക്കൂ? ഈ ശശികല ആരുടെ മുന്നിൽ പോയി? ഈ ശശികല ആരെ കാണാൻ പോയി? ഈ ശശികല ആരുമായി കൂടിക്കാഴ്ച നടത്തി? ഈ ശശികല കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഫേസ്ബുക്കിൽ പ്രതികരിച്ചതെങ്ങനെ? വളരെ സന്തോഷവാനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളെ ആനയിച്ചിരുത്തി, ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടു, ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം മനസ്സ് തുറന്ന് ഞങ്ങൾ പറഞ്ഞു. 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഞങ്ങളിങ്ങനെ അടക്കപ്പിടിച്ചിരുന്ന ഞങ്ങളുടെ വികാരമെല്ലാം ഞങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി BD സതീശനോട് പറഞ്ഞു തീർത്ത് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. പോസ്റ്റിട്ടത് ശശികലയല്ലേ? എന്തേ ലീഗുകാരം മിണ്ടാഞ്ഞ പറ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ശശികലയ്ക്ക് നേരിട്ട് കാണാൻ സമയം കൊടുക്കാം. പാവ അലോഷ്യസ് സേവന് കൊടുത്തില്ല. പാവം പിടിച്ചവൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവനെ കാണാൻ സമയം ചോദിച്ചു BD സതീശൻ പറഞ്ഞു, നീ പോരണ്ട, എന്നെ വിമർശിച്ചില്ല, വരണ്ട.
അലോഷ്യസ് സേവറിന് കാണാൻ സമയം കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ശശികലയ്ക്കും RV ബാബുവിന് സമയം കൊടുത്തില്ലേ? ഈ മലപ്പുറത്തിനെതിരെ, മലപ്പുറത്തെ മനുഷ്യർക്കെതിരെ എത്ര വർഗീയ പ്രചരണങ്ങൾ ശശികലയും RV ബാബുവും നടത്തിയിട്ടുണ്ട്? RV ബാബുവും ശശികലയും ചേർന്ന് എത്ര വർഗീയ പ്രചരണങ്ങൾക്ക് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്തു? അങ്ങനെ കാണാൻ വരുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ, നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞോ? റിപ്പോർട്ട് ചെയ്തില്ലല്ലോ മാധ്യമങ്ങളൊന്നും. ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. എന്തേ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അപ്പൊ അധികാരത്തിലെത്തിയത് എങ്ങനെയാണ്? RV ബാബുവിന്റെ സഹായത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ്, ശശികലയുടെ സഹായത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് അടുത്തെത്തിയ കോൺഗ്രസ്, ഇനി ലീഗില്ലെങ്കിലും കേരളം ഭരിക്കാം, RSSന്റെ പിന്തുണ ഉണ്ടെങ്കിൽ എന്നതിലേക്ക് എത്തിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിക്കാരൻ സന്തോഷത്തിന് ആഹ്ലാദപ്രകടനം പ്രഖ്യാപിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ആഹ്ലാദ പ്രകടനം പ്രഖ്യാപിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രത്തിലും യോഗം, വിശാലമായ യോഗം മധ്യ കേരളത്തിലെത്തിയപ്പോ MG സർവകലാശാല സെനറ്റിൽ 19 RSകാരെ നിയമിച്ചു. VD സതീശൻ മിണ്ടിയതയില്ല. അപ്പ പ്രസ്താവന ജമാഅത്ത് ഇസ്ലാമിയുടെ. ഇത് കാണിക്കുന്നത് ശരിയല്ല. ജമാഅത്ത് ഇസ്ലാമി പറയാണ് ഇപ്പോ ഇത് കാണിക്കുന്നത് ശരിയല്ല. ഒരു ശക്തിയില്ല, ഇപ്പോഴും ശക്തിയിലേക്ക് വന്നിട്ടില്ല. ഉടനെ ശക്തിയിലേക്ക് വരും. കാരണം കേരളത്തിനകത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോ കേരളത്തിനകത്ത് സംഘപരിവാരകാരൻ ഒരു മനുഷ്യനെതിരെ മണ്ണ് നുള്ളിയിടാൻ ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇനി സംഘപരിവാരം കേരളത്തിൽ കാണിക്കാൻ പോവാ. ഇന്നലെ ഒരുത്തം പ്രസ്താവന നടത്തിയല്ലോ, TG മോഹൻദാസ് എന്നൊരു ശവം തന്നെ വിളിക്കണം കേട്ടോ, അച്ഛൻ തെറ്റിപ്പോണ്ട്. ശവം വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊള്ളണമെന്നാ പറഞ്ഞു. വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണം. ഏത് വിദ്യാർത്ഥികളെ? സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന് ഒരു സംഘപരിവാരത്തിന്റെ ശവം പ്രസ്താവന നടത്തി. എന്തായിരുന്നു ലീഗിന്റെ പ്രചരണം? നമ്മൾ ഭരിക്കുമ്പോ വർഗീയ പ്രചരണം നടത്തിയാൽ ശക്തമായ നടപടി വേണം. നടപടിയെടുത്തോ? സ്ത്രീകൾക്കെതിരെ ഏറ്റവും രൂക്ഷവും നിന്ദ്യവുമായ ഭാഷയിൽ ഈ ശവം പ്രതികരിച്ചില്ലേ? സ്ത്രീകൾക്കെതിരെ കേട്ടാലടക്കുന്ന ഭാഷയല്ലേ പ്രതികരണം നടത്തിയത്? സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചില്ലേ? ആ പ്രസ്താവന പുറത്തേക്ക് നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് DGPക്ക് SFI പരാതി നൽകിയ പരാതി ഇപ്പോഴും DGPയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. എന്തേ കേസെടുക്കാത്തത്? സമരം ചെയ്ത SFIക്കാർക്കെതിരെ 48 കേസ്, സമരം ചെയ്തവരെ അധിക്ഷേപിച്ച, സ്ത്രീകളെ അധിക്ഷേപിച്ച സംഘപരിവാരത്തിന്റെ ശവം TG മോഹൻദാസിനെതിരെ ഒരു കേസുമില്ല. പൊന്നാടയും പൂമാലയും. ഇതാണ് കേരളത്തിലെ UDF ഭരണം. ഈ UDF ഭരണം വേണോ? നമ്മൾ ആലോചിക്കണം. ഈ UDF ഭരണത്തിന് കീഴിൽ ആരാണ് സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്? നമ്മൾ ചിന്തിക്കണ്ടേ? സംഘപരിവാറിനെയും സംഘപരിവാറിന്റെ വിധേയന്മാരെയും സംരക്ഷിക്കുന്ന ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറുന്നത്. ഈ ഗവൺമെന്റിനെതിരായി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ തയ്യാറാവുന്ന സംഘപരിവാരം പുറകിൽ ഇങ്ങനെ ഇരുമ്പ് ചട്ട പോലെ അണിനിരക്കുന്നത്. ആ ഇരുമ്പ് ചട്ട പോലെ അണിനിരക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ പിടിമുറുക്കുക എന്നതാണ്. ആ സംഘപരിവാരോട് വളരെ സ്നേഹത്തിൽ ഇടതുപക്ഷം പറയാം. ഇടതുപക്ഷം കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലില്ല, ശരിയാണ്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ അധികാരത്തിൽ ഇടതുപക്ഷം ഇല്ല, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. പക്ഷേ ഈ കേരളത്തിലെ ഇടതുപക്ഷം സംഘടിതവും സുസംഘടിതവുമായ കേരളത്തിലെ ഇടതുപക്ഷം രാജ്യത്ത് സംഘപരിവാറിനോടും അധികാരത്തിന്റെ ഗർവിൽ VD സതീശന്റെ പിന്തുണയിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ ഇറങ്ങുന്ന സംഘപരിവാരത്തോടും പറയുന്നു, ഉത്തരേന്ത്യയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായതും പിന്നോക്കക്കാർക്കെതിരായതും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കെതിരായതും മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളായ മനുഷ്യർക്കെതിരായതുമായ അക്രമം അതേ നിലയിൽ UDF ആണ് കേരളം ഭരിക്കുന്ന അഹങ്കാരത്തിൽ കാണിക്കാൻ ഈ കേരളത്തിലിറങ്ങി പുറപ്പെട്ടാൽ നട്ടലുള്ള ഇടതുപക്ഷത്തിന്റെ സഖാക്കളുണ്ട് എന്ന് പലവട്ടം ഓർമ്മിച്ചിട്ട് വേണം കേരളത്തിലേക്ക് ഇറങ്ങാൻ. ഒരധികാരത്തിന്റെ പിന്തുണയും ഇടതുപക്ഷത്തിന് വേണ്ട. അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിലപാട് സ്വീകരിച്ചവരാണ് ഇടതുപക്ഷക്കാർ. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാതെ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ വർഗീയവാദികളും ശ്രമിച്ചത്. ഇടതുപക്ഷം അധികാരത്തിൽ തുടരാൻ പാടില്ലെന്നും ഇടതുപക്ഷം അധികാരത്തിലിരുന്നാൽ ഞങ്ങൾക്ക് വളരാൻ കഴിയില്ലെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും RSSന്റെയും അഭൂതപൂർവമായ സങ്കടത്തിൽ നിന്നാൽ ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ പ്രചരണം കഴിഞ്ഞ 10 വർഷക്കാലവും കേരളത്തിൽ നടന്നത്. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയാൽ ഈ രാഷ്ട്രീയ അജണ്ടയെല്ലാം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് RSS വിചാരിക്കുന്നതെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമി വിചാരിക്കുന്നതെങ്കിൽ ആ വർഗീയ അജണ്ട
കേരളത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം. അതിനെ കേരളം പ്രതിരോധിക്കും. അതിനെ മതനിരപേക്ഷ കേരളം പ്രതിരോധിക്കും. അതിശക്തമായി കേരളത്തിലെ ഇടതുപക്ഷം ആ പ്രതിരോധത്തിന്റെ മുന്നിലുണ്ടാവും. അതിശക്തമായി കേരളത്തിലെ മനുഷ്യർ ആ പ്രതിരോധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പാണ് നിൽക്കും. ആ പ്രതിരോധത്തിന്റെ ശബ്ദമാണ് ഇനി കേരളത്തിനകത്ത് നാം ഉയരേണ്ടത്. ഭരണം പോയതിന്റെ ഒരു നിരാശയും നമുക്ക് വേണ്ടതില്ല. ഈ കേരളത്തിൽ അധികാരത്തിൽ നാം ഇരുന്നിട്ടുണ്ട്, പ്രതിപക്ഷത്ത് ഇരുന്നിട്ടുണ്ട്. 57 ആദ്യമായി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തി നമ്മളെ 2 വർഷമേ ഇവിടെ ഇരിക്കാൻ അവർ അനുവദിച്ചിട്ടുള്ളൂ. 67 നമ്മളെ 2 വർഷം ഇരുത്തിയിട്ടുള്ളൂ. 80 2 വർഷം മാത്രമാണ് കേരളം ഭരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത്. പിന്നെ 86 4 വർഷം നമുക്ക് കേരളം ഭരിക്കാൻ കഴിഞ്ഞത്. 96 5 വർഷം തികച്ച് സഖാവ് നയനാർക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞത്. 2006 2016 മുതൽ 25 വരെയും കേരളത്തിൽ നമ്മൾ ഭരിച്ചു. നമ്മൾ ഭരണത്തിലെത്തിയപ്പോഴെല്ലാം സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിച്ചു. ഏറ്റവും അവസാനം കേരളത്തിലെ ഇടതുപക്ഷം പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്ത കേരളം മുതൽ 957 പ്രഖ്യാപിച്ച ഭൂപരിഷ്കരണവും സൗജന്യ വിദ്യാഭ്യാസം വരെയുള്ള കഴിഞ്ഞ 57 മുതൽ 2026 വരെ ചരിത്രത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് എന്ന് ഞാനും നിങ്ങളും കണ്ടതല്ലേ. ഒരു വ്യത്യാസമില്ലാതെ നമ്മൾ നിലപാട് സ്വീകരിച്ചില്ലേ? ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചില്ലേ? എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് നാം നിലപാട് സ്വീകരിച്ചു. എല്ലാവരെയും നാം ഒപ്പം നിർത്തി. ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യന് വേണ്ടി നാം നിലപാട് സ്വീകരിച്ചു. 57 EMSനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിലേക്ക് വരുന്നത്? EMS എന്ന ജനങ്ങളോട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനാണ്. EMS പറഞ്ഞ ഒറ്റവരി വാചകമാണ്. നിങ്ങൾ ഈ കേരളം ഭരിച്ച എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റിനെ പരിശോധിക്കുക. സഖാവ് പിണറായി ആവട്ടെ, VS ആവട്ടെ, നയനാറാവട്ടെ, EMS ആവട്ടെ, നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റിനെ പരിശോധിച്ചാൽ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഇടപെട്ട ഗവൺമെന്റിനെ നിങ്ങൾക്ക് ഈ ഗവൺമെന്റുകളെല്ലാം കാണാം. അതിന്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ അതിന്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടായില്ല. ജനങ്ങൾ തീരുമാനിച്ചത് ഇടതുപക്ഷം തൽക്കാലം പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നാണ്. ആ പ്രതിപക്ഷത്തിരിക്കാൻ ജനങ്ങൾ സ്വീകരിച്ച തീരുമാനത്തെ ഹൃദയപൂർവ്വമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റെടുക്കും. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ജനങ്ങൾ ഇടതുപക്ഷത്തോടെ പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കും. ത്രിപുരയിലും ബംഗാളിലും പ്രതിപക്ഷത്ത് പോയിട്ട് നിങ്ങൾ തകർന്നു പോയില്ലേ? ചിലർ ചോദിക്കുന്നുണ്ട്. ത്രിപുരയിലും ബംഗാളിലും നാം അധികാരത്തിൽ നിന്ന് പോയപ്പോ നമ്മുടെ പാർട്ടി ഓഫീസുകളും സഖാക്കളും ആക്രമിക്കപ്പെട്ടത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? ഇടതുപക്ഷം 2026 ഭരണത്തിൽ നിന്ന് പോയിട്ട് കേരളത്തിലെ ഒരു ഇടതുപക്ഷക്കാരന്റെ മേത്ത് ഒരു തരി മണ്ണ് നുള്ളിയിടാൻ ഇവിടുത്തെ വലതുപക്ഷത്തിനോ BJPക്കോ ആയോ? കേരളത്തിലെ ഇടതുപക്ഷം ഇന്നും ശക്തമാണ്. തെറ്റുകൾ തിരുത്തും ഇടതുപക്ഷം. തെറ്റുകൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്ന നിലയിൽ നിലപാട് സ്വീകരിക്കും. ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കും. ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. ജനങ്ങൾ പറയുന്നതനുസരിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ശബ്ദമായി പ്രതിപക്ഷമായി കേരളത്തിലെ ഇടതുപക്ഷം മാറും. ആ ഇടതുപക്ഷം സാധാരണക്കാരന്റെ ശബ്ദമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാവും. സ്വീകരിച്ച മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാടിനോടും നമ്മൾ യോജിക്കില്ല. ഇപ്പൊ ഇതാ വഖഫ് ഭേദഗതി ബില്ല് കേരളത്തിൽ നമ്മൾ അധികാരത്തിലിരുന്നപ്പോ നടപ്പിലാക്കാതെ പോയത് ഇപ്പൊ നടപ്പിലാക്കുകയല്ലേ? എന്താ വഖഫ് ഭേദഗതി നിയമം? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദേവസ്വം ബോർഡിൽ ഹിന്ദു മതവിശ്വാസികളാണുള്ളത്. പള്ളിയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. എന്നാൽ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. വഖഫ് ഭേദഗതിയിൽ വഖഫ് സ്വത്തിൽ രാജ്യത്ത് ആ മതവിശ്വാസത്തിൽ പെടാത്തവർ കൂടി അംഗങ്ങളായി ഉണ്ടാവണം. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോഴല്ലേ ആ ഭേദഗതി നടപ്പിലാക്കിയത്? 40ാം വകുപ്പ് പറയുന്നത് 2 അംഗങ്ങളെ ആ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ്. സഖാവ് പിണറായി വിജയൻ നിങ്ങൾ ആവുന്ന കുറ്റം പറഞ്ഞതാണല്ലോ. നിങ്ങൾ സംഘപരിവാറിനോട് കൂട്ടിക്കെട്ടി എന്തെല്ലാം ദുഷ്പ്രചരണം നടത്താൻ കഴിയുമോ ആ ദുഷ്പ്രചരണങ്ങളെല്ലാം സഖാവ് പിണറായി വിജയനെ നടത്തിയല്ലോ. ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDP-യും എല്ലാവരും ചേർന്ന് ആ മനുഷ്യനെ ആക്രമിക്കാവുന്നതിന്റെ പരമാവധി ആക്രമിച്ചിരുന്നില്ലേ? ആ മനുഷ്യന്റെ നിലപാടുകളെ വക്രീകരിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തിക്കാട്ടാൻ നിങ്ങൾ പരിശ്രമിച്ചില്ലേ? ലീഗുകാരാ, ജമാഅത്ത് ഇസ്ലാമിക്കാരാ, SDP-ക്കാരാ, ആത്മാർത്ഥമായ ഇടതുപക്ഷം ഈ നിലമ്പൂരിൽ നിന്ന് ചോദിക്കട്ടെ. സഖാവ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം ഭരിച്ചപ്പോ കേരളത്തിൽ രൂപീകരിച്ച വഖഫ് ബോർഡിൽ ആ മതവിഭാഗത്തിൽ പെടാത്ത ഒരാളെ
സംഘപരിവാറിന്റെ താല്പര്യത്തിനനുസരിച്ച് എടുത്തിരുന്നോ? ഇല്ല. കാരണം പിണറായി വിജയൻ നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എന്റെ ലീഗിനാ നട്ടലില്ലാത്തത്? എന്റെ കോൺഗ്രസിനാ നട്ടലില്ലാത്തത്? കോടതിയിൽ പോയി, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി നിരുപാധികം ഇവിടുത്തെ ലീഗുകാരൻ പറയുകയാണ്, ഇവിടുത്തെ UDF ഗവൺമെന്റ് പറയുകയാണ്, 14 ഈ വകുപ്പ് പ്രകാരം അമുസ്ലിങ്ങളെ കൂടി എടുത്ത് ഞങ്ങൾ വഖഫ് ഭേദഗതി നിയമം കേരളത്തിൽ അങ്ങ് നടപ്പിലാക്കി കളഞ്ഞേക്കാം. ഇത് ലീഗിന്റെ നിലപാടാണോ? ഇത് ലീഗിന്റെ നിലപാടാണോ? ഇത് പാലക്കാട് തങ്ങളുടെ നിലപാടാണോ? ഇത് നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാടാണോ? ഇത് ഇവിടുത്തെ സാധാരണപ്പെട്ട ലീഗുകാരുടെ നിലപാടാണോ? ലീഗുകാർ ജനങ്ങളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവണം. എത്ര നാൾ ജനങ്ങളെ അഭിമുഖീകരിക്കാതെ നിങ്ങൾ പാർട്ടി ഓഫീസുകളും വീടുകളും ഇരിക്കും? എത്ര നാൾ നിങ്ങൾ ജനങ്ങളോട് മിണ്ടാതിരിക്കും? എത്ര നാൾ നിങ്ങൾ പ്രതികരിക്കാതിരിക്കും? ഓരൊറ്റ ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. KM ഷാജിയുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ? KM ഷാജിയുടെ പ്രസംഗം എന്തായിരുന്നു? KM ഷാജിയുടെ ലീഗുകാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കോരിത്തെരിപ്പിച്ച പ്രസംഗം. സമുദായത്തിനു വേണ്ടി മുടിനാടിനെ കീറി അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ വകവെക്കും. പ്രിയപ്പെട്ടവരെ, സമുദായത്തിന്റെ ഉള്ള അവകാശം RSSന് മുന്നിൽ 2-ാം മാസം അടിയറവ് വെച്ചിട്ടാണ് ഈ നാണമില്ലാത്തവർ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആര്? ലീഗുകാർ. ചോദിക്കണം നിങ്ങൾ. സമുദായത്തെ ചൂണ്ടിക്കാണിച്ച് അധികാരത്തിലെത്തിയവർ ആ സമുദായത്തിൽ RSS ഇടപെടാൻ കൊണ്ടുവന്ന നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോ ഏത് സമുദായത്തിനു വേണ്ടിയാണ് ലീഗ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യർ ചോദിക്കണ്ടേ? ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലെത്തി ആ മനുഷ്യരെ തന്നെ ചൂഷണം ചെയ്യാൻ സംഘപരിവാരത്തിന് ചൂട്ടുപിടിക്കുന്ന ഈ ലീഗുകാരന്റെ വഞ്ചനയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ, അധികാരത്തിന് വേണ്ടി ആരോടും കമ്പനി ചെയ്യാനുള്ള ലീഗിന്റെ നിലപാടിനെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടി സമരങ്ങളിലൂടെ മുന്നോട്ട് പോകും. ജനകീയ വിഷയങ്ങളെ സമരങ്ങളാക്കി മാറ്റും. എന്താണ് നിങ്ങളുടെ ചരിത്രമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. സമരമല്ല എന്റെ ചരിത്രമെന്ന് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമേശ് പിഷാരടിയാണ്. തോമസ് ഐസക് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഐസക്കിനെ പോലെ സമരം ചെയ്ത പാരമ്പര്യമല്ല എന്റെ പാരമ്പര്യം. പിന്നെ ഏത് പാരമ്പര്യമാണ് ആ മോന്റെ നമ്മൾ ചോദിച്ചില്ല. സമരം ചെയ്തതല്ല എന്റെ പാരമ്പര്യം എന്ന് പറയാം. നിങ്ങൾ നോക്ക്, ഈ കേരളത്തിന്റെ പാരമ്പര്യം സമരങ്ങളുടെ പാരമ്പര്യമില്ലേ? സഖാവ് കുഞ്ഞാലി ഒരു സമരമായിരുന്നില്ലേ ഈ നാട്ടിലെ മനുഷ്യന് വേണ്ടിയുള്ള സമരം? ഏതാണ്ട് 500-ലധികം ഒരു രക്തസാക്ഷിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലുണ്ട്. അവർ ഓരോരുത്തരും സമരമായിരുന്നില്ലേ? പുന്നപ്രയിലെയും വയലാറിലെയും സമര പോരാളികൾ കേരളത്തിൽ സമരമായിരുന്നില്ലേ? കയ്യൂരിലെ, കരിവല്ലൂരിലെ, കൗമ്പായിലെ, കള്ളിക്കാട്ട് സമര പോരാളികൾ ഈ സമരത്തിന്റെ ആവേശമായിരുന്നില്ലേ? ആ സമര പരമ്പരയുടെ രൂപപ്പെട്ട നാടാണ് എന്റെയും നിങ്ങളുടെയും കേരളം. ഇങ്ങനെയുള്ള രാഷ്ട്രീയവാദികൾ, ഇങ്ങനെ സമരമല്ല എന്റെ ചരിത്രമെന്ന് പറയുന്നവർ ഈ കേരളത്തിലുണ്ടാവുന്ന മുൻകൂട്ടി കണ്ടൊരു മനുഷ്യനാണ് വയലാർ. അതുകൊണ്ടാണ് വയലാർ കവിത എഴുതിയത് സംസ്കാരത്തിന്റെ നാളങ്ങളിൽ എന്താണ് കേരളത്തിന്റെ സംസ്കാരമെന്ന്. വയലാർ അദ്ദേഹത്തിന്റെ കവിതയിൽ ആദ്യത്തെ വരിയിൽ എഴുതുന്നുണ്ട്, കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ, ആ കഥ പറയുമ്പോൾ അഭിമാനിക്കാൻ എന്നുടെ നാടിന് വകയില്ലേ. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ, ആ കഥ പറയുമ്പോൾ അഭിമാനിക്കാൻ എന്നുടെ നാടിന് വകയില്ലേ. കയറുപിരിക്കുന്ന കയർപ്പിടി തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ, കർഷകന്റെ, വീരതെറുപ്പ് തൊഴിലാളിയുടെ, സാധാരണപ്പെട്ട കൂലിവരെ എടുക്കുന്ന തൊഴിലാളിയുടെ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പോരാട്ടമാണ് ഇന്നലകളുടെ കേരളത്തിലെ ചരിത്രമെങ്കിൽ ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ഇടതുപക്ഷമെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി അവരുടെ ജീവിത പ്രയാസങ്ങളുള്ള സമരമായി കുഞ്ഞാലിയുടെ പാർട്ടി മാറും. ആ മാറുന്ന പാർട്ടിയെ നേരിടാൻ ഒരു ഫാസിസ്റ്റ് ശക്തിക്കുമാവില്ല എന്ന പ്രഖ്യാപനം കൂടിയായി സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിണത്തെ മാറ്റാൻ നമുക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്